പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൂസാ നബി അലൈഹിസ്സലാം തൂർ പർവ്വതത്തിലേക്ക് പോയി അള്ളാഹുവിൽ നിന്നുള്ള ദിവ്യ സന്ദേശം എഴുതിയ ഫലകങ്ങൾ സ്വീകരിച്ച് തിരിച്ചു വരുമ്പോഴേക്കും ഹാറൂൻ നബി അലൈഹിസ്സലാമിനും ബനു ഇസ്രായേലർക്കുമിടയിൽ പലതും സംഭവിച്ചു കഴിഞ്ഞിരുന്നു. ശരിക്കു പറഞ്ഞാൽ ഒരു പരീക്ഷണം അവിടെ ഉണ്ടായി. സാമിരി എന്നു പേരുള്ള ഒരു മനുഷ്യൻ മൂസാ നബി അലൈഹിസ്സലാം ജനങ്ങളെ ലീഡ് ചെയ്യാൻ അവിടെ ഇല്ല എന്ന കാര്യം മുതലെടുത്തുകൊണ്ട് ജനങ്ങളെ വഴിപിഴപ്പിക്കാനും അവർക്കിടയിൽ ആ പഴയ വിഗ്രഹാരാധനയുടെ ചിന്തകളുണ്ടല്ലോ അത് വീണ്ടും കൊണ്ടുവരാനും ഗൂഢാലോചന നടത്തി. ഈജിപ്തിൽ നിന്ന് പോരുമ്പോൾ അവർ കയ്യിൽ കൊണ്ടുവന്നിരുന്ന സ്വർണ്ണാഭരണങ്ങളൊക്കെ ശേഖരിച്ച് സാമിരി അവയൊക്കെ ഉരുക്കി ഒരു പശുക്കുട്ടിയുടെ രൂപത്തിലുള്ള സ്റ്റാച്യു ഐഡൽ ഉണ്ടാക്കിയെടുത്തു. അതിൽ നിന്ന് കാള മൂളുന്നത് പോലെയുള്ള ഒരു ശബ്ദവും ഉണ്ടായിരുന്നു. കാറ്റിങ്ങനെ അതിലേക്ക് പ്രവേശിക്കുമ്പോഴും പുറത്തു കിടക്കുമ്പോഴും ഉണ്ടായിരുന്ന ഒരു ശബ്ദമാണ്. മൂസാ നബി അലൈഹിസ്സലാം ഇല്ലാത്ത സമയത്ത് അവിടുത്തെ ഫുൾ റെസ്പോൺസിബിലിറ്റി ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റോൾ ഏൽപ്പിച്ചിരുന്നത് ഹാറൂൻ നബി അലൈഹിസ്സലാമിനെ ആയിരുന്നല്ലോ, ഓർമ്മയില്ലേ? അതുകൊണ്ട് ഹാറൂൻ നബി അലൈഹിസ്സലാം മിണ്ടാതിരുന്നില്ല. ഷിർക്ക് എന്ന് പറഞ്ഞാൽ അറിയില്ലേ, അള്ളാഹു അല്ലാത്തവരെ ഇബാദത്ത് ചെയ്യുക, അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള ഷിർക്ക് ചെയ്യുന്നതിൽ നിന്ന് ഹാറൂൻ നബി അലൈഹിസ്സലാം അവരെ തടയാൻ ശ്രമിച്ചിരുന്നു. തൗഹീദിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഹാറൂൻ നബി അലൈഹിസ്സലാം ട്രൈ ചെയ്തിരുന്നു. ഹാറൂൻ നബി അവരോട് ഇങ്ങനെ പറയുന്നുണ്ട്, യാ ഖൗമി ഇന്നമാ ഫുതിൻതും ബിഹി, എൻ്റെ പ്രിയപ്പെട്ട ജനമേ, നിങ്ങളെ അള്ളാഹു പരീക്ഷിക്കുകയാണ്, നിങ്ങൾ പരീക്ഷിക്കപ്പെടുകയാണ്. അപ്പോൾ അതിൽ നിങ്ങൾ തോറ്റുപോകരുത്. നിങ്ങളുടെ വിശ്വാസത്തെ അള്ളാഹു ആക്ച്വലി ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫിർഔനിൻ്റെയും കൂട്ടരുടെയും ഒക്കെ അടിമത്തത്തിൽ നിന്ന് നിങ്ങളെ റിലീസ് ചെയ്തത് ആരാണ്? അള്ളാഹു അല്ലേ? അപ്പോൾ ആ അള്ളാഹുവിനെ നിങ്ങൾ മറക്കരുത്. ജീവൻ പോലും ഇല്ലാത്ത ഈ ഒരു കാളക്കുട്ടിയുടെ പേരിൽ നിങ്ങൾ മോസ്റ്റ് ഗ്രേഷ്യസ് ആയ, മോസ്റ്റ് മേഴ്സിഫുൾ ആയ അള്ളാഹുവിനെ മറന്നു കളയരുത് എന്നൊക്കെ ഹാറൂൻ നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഹാറൂൻ ഡിമാൻഡഡ് ദം ടു ഒബേ ഹിസ് ലീഡർഷിപ്പ് ആൻഡ് റിജക്റ്റ് സാമിരീസ് ഫാബ്രിക്കേഷൻ. പക്ഷെ ഇതൊക്കെ കേട്ടിട്ടും എത്രയൊക്കെ പറഞ്ഞിട്ടും ബനു ഇസ്രായേൽ റെസ്പോണ്ടഡ് വിത്ത് ഹാഷ് ഒബ്സ്റ്റിനസി. ഖാലു, അവർ പറഞ്ഞു, ലൻ നബ്റഹ അലൈഹി ആകിഫീൻ ഹത്താ യർജിഅ ഇലൈനാ മൂസ. അവർ പറയാണ്, മൂസാ നബി അലൈഹിസ്സലാം വന്നാലല്ലാതെ, തിരിച്ചു വന്നാലല്ലാതെ ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറുകയില്ല. അങ്ങനെ കാരണങ്ങൾ നിരത്തുകയായിരുന്നു അവർ. മൂസാ നബി മടങ്ങി വരുന്നത് വരെ ആ പശുക്കുട്ടിയുടെ വിഗ്രഹത്തിന് ചുറ്റും താമസിച്ച് തങ്ങളുടെ ആരാധനകളൊക്കെ ഞങ്ങൾ തുടരുക തന്നെ ചെയ്യും, വിൽ കണ്ടിന്യൂ ദിസ് എന്നവർ കടുത്ത ഭാഷയിൽ വാശി പിടിക്കുകയാണ് ചെയ്തത്. ശരിക്ക് മൂസാ നബി അലൈഹിസ്സലാം ഇല്ലാത്ത സമയത്ത് ബനു ഇസ്രായേലർക്കിടയിൽ ഒരു സോഷ്യോ റിലീജിയസ് സ്പ്ലിറ്റ് ഉണ്ടായി. അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന, തെറ്റിൽ നിന്ന് മാറി നിന്ന ആളുകളും സാമരിയുടെ ആ പശുക്കുട്ടിയെ ഇബാദത്ത് ചെയ്ത് അള്ളാഹുവിനെ മറന്നു കളഞ്ഞവരും. അങ്ങനെ അവരങ്ങനെ രണ്ടായി സ്പ്ലിറ്റായി എന്നുള്ളതാണ്. ശരിക്കും 40 നാളുകൾ മാത്രമാണ് അല്ലേ മൂസാ നബി അലൈഹിസ്സലാം മാറി നിന്നത്. ആ നാളുകൾക്കിടയിലാണ് ഇതൊക്കെയും സംഭവിച്ചത്. അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ജനതയിൽ സംഭവിച്ചത് എന്താണ് എന്ന് അള്ളാഹു മൂസാ നബിയെ അറിയിച്ചിരുന്നു. അങ്ങനെ തൂർ പർവ്വതത്തിൽ നിന്ന് തിരിച്ചു വരുന്ന മൂസാ നബി അലൈഹിസ്സലാം തൻ്റെ ജനതയിലേക്ക് ദുഃഖിതനായിട്ടാണ് മടങ്ങുന്നത്. വളരെ വിഷമത്തോടു കൂടിയാണ് വരുന്നത്. മൂസാ നബി അലൈഹിസ്സലാം തൻ്റെ ജനങ്ങളുടെ അടുക്കൽ തിരിച്ചെത്തുമ്പോൾ സമയത്ത് അദ്ദേഹത്തിൻ്റെ കൈകളിൽ ടാബ്ലറ്റ്സ് ഉണ്ടായിരുന്നു, അഥവാ അള്ളാഹുവിൽ നിന്നുള്ള മെസ്സേജസ് എഴുതിയിട്ടുള്ള ഫലകങ്ങൾ ഉണ്ടായിരുന്നു. ബനു ഇസ്രായേലർ ഇങ്ങനെ പശുക്കുട്ടിയുടെ ചുറ്റും ഗ്യാദർ ചെയ്ത് അതിനെ ഡിവോട്ട് ചെയ്തിരിക്കുന്നത് കണ്ടപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം ദേഷ്യവും സങ്കടവും കൊണ്ട് കയ്യിലുണ്ടായിരുന്ന ആ ടാബ്ലറ്റ്സ് നിലത്തിട്ടുപോയി. അള്ളാഹുവിൽ നിന്നുള്ള ആ ഫലകങ്ങളോട് റെസ്പെക്റ്റ് ഇല്ലാത്തത് കൊണ്ടല്ല, മറിച്ച് ആ സമയത്തെ വിഷമവും ആങ്കറും കാരണം സംഭവിച്ചു പോയതാണ് മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ഭാഗത്തു നിന്ന്. മൂസാ നബി അവരോട് ചോദിക്കുന്നുണ്ട്, അലം യഅദുകും റബ്ബുകും വഅദൻ ഹസന, അള്ളാഹു നിങ്ങളോട് മഹത്തായ പ്രോമിസസ് നൽകിയിരുന്നില്ലേ? വളരെ മഹത്തായ പ്രോമിസസ് ആയിരുന്നില്ലേ അത്? അള്ളാഹുവിനെ എങ്ങനെ ധിക്കരിച്ച് പോകാൻ മാത്രം അത്രയധികം നാളുകൾ നിങ്ങളിൽ നിന്ന് ഞാൻ മാറി താമസിച്ചിരുന്നോ? വെറും 40 ദിവസമല്ലേ? 40 ദിവസം എന്ന് പറയുന്നത് ബഹുദൈവ വിശ്വാസത്തിലേക്കും അള്ളാഹു അല്ലാത്ത ദൈവങ്ങളെ ആരാധിക്കുന്നതിലേക്കൊക്കെ തിരിയാൻ മാത്രമുള്ള വലിയൊരു കാലയളവല്ലല്ലോ. ഇറ്റ് ഡസ് നോട്ട് ജസ്റ്റിഫൈ ദാറ്റ്. കരാറുകൾ ലംഘിക്കാൻ അതൊരു എക്സ്ക്യൂസും അല്ല. ഇനി അള്ളാഹുവിൻ്റെ ദേഷ്യം, ആങ്കർ നിങ്ങൾക്കുമേൽ ഇറങ്ങണം എന്നാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് വിചാരിക്കുന്നത്? അതിനാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ മൂസാ നബി അലൈഹിസ്സലാം ബനു ഇസ്രായേലരോട് ചോദിക്കുന്നുണ്ട്. ഹാറൂൻ നബി അവിടെ ഉണ്ടായിരുന്നിട്ടും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നുള്ളതിൽ
മൂസാ നബി വല്ലാതെ വിഷമിച്ചു. അപ്പോൾ പെട്ടെന്നുള്ള ദേഷ്യം കൊണ്ട് മൂസാ നബി ഹാറൂൻ നബിയുടെ തലയിലും താടിയിലൊക്കെ പിടിച്ചടുത്തേക്ക് വലിച്ചിട്ടിങ്ങനെ ഹാറൂൻ നബിയോട് ചോദിക്കുന്നുണ്ട്, അവരെ ഐഡൽ വേർഷിപ്പിങ്ങിൽ നിന്ന് തടയാൻ എന്ത് തടസ്സമാണ് താങ്കൾക്ക് ഉണ്ടായിരുന്നത്? താങ്കളും എന്നോട് ഇങ്ങനെ എതിര് പ്രവർത്തിക്കുകയാണോ എന്നൊക്കെ ഹാറൂൻ നബിയോട് ചോദിക്കുകയാണ്. ഹാറൂൻ നബി ശരിക്ക് അവരെ ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹാറൂൻ നബി അലൈഹിസ്സലാം അവരെ വിട്ട് മൂസാ നബിയുടെ അടുത്തേക്ക് പോവുകയോ അല്ലെങ്കിൽ ഹാറൂൻ നബിയെ അനുസരിച്ച വിശ്വാസികളെയും കൂട്ടി അവിടെ നിന്ന് മാറുകയോ ചെയ്തിരുന്നെങ്കിൽ എന്താണ് സംഭവിക്കുക? അത് ജനങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ളൊരു ഇന്റേണൽ കോൺഫ്ലിക്റ്റിനും ഒരു പെർമനന്റ് സ്പ്ലിറ്റിനും കാരണമായിരുന്നു അല്ലേ. അതുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാം വന്ന് ഒരു അൾട്ടിമേറ്റ് സൊല്യൂഷൻ കാണുന്നത് വരെ ഹാറൂൻ നബി വെയിറ്റ് ചെയ്യുകയായിരുന്നു. വിഷമവും ദേഷ്യവും കൊണ്ട് മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു പോയതാണ് ഇതൊക്കെ. പക്ഷെ മൂസാ നബി അലൈഹിസ്സലാം തൻ്റെ മിഷനിൽ നിന്ന് പിന്തിരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. മൂസാ നബി അള്ളാഹുവിനോട് താണ് കേണ് പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്ക് ആ ഭാഗം ഒന്ന് ഓതി നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന ഇത്തഖദുൽ അജ്ല സയനാലുഹും ഗദബും മിർ റബ്ബിഹിം سينالهم غضب من ربهم وذلة في الحياة الدنيا وكذلك نجزي المفترين والذين عملوا السيئات ثم تابوا من بعدها وآمنوا إن ربك من بعدها لغفور رحيم. صدق الله العلي العظيم. قال رب اغفر لي ولأخي. മൂസാ നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു. ഖാല റബ്ബി ഗഫിർ ലി, എനിക്ക് നീ പുറത്തു തരണമേ, വലി അഖി, എൻ്റെ സഹോദരനും, എനിക്കും എൻ്റെ സഹോദരനും നീ മാപ്പരുളണമേ. വദ്ഖിൽനാ ഫി റഹ്മതിക്, അഡ്മിറ്റ് അസ് ടു യോർ മേഴ്സി, ഞങ്ങളെ നീ നിൻ്റെ കാരുണ്യത്തിൽ പ്രവേശിപ്പിക്കണമേ. വ അൻത അർഹമുർ റാഹിമീൻ, ഫോർ യു ആർ മോസ്റ്റ് മെർസിഫുൾ ഓഫ് ദ മെർസിഫുൾ. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെയും ഹാറൂൻ നബിയുടെയും ഭാഗത്തു നിന്നും വീഴ്ചകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് പുറത്തു തരണം, മാപ്പരുളണം എന്ന് അള്ളാഹുവിനോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്, ദുആ ചെയ്യുകയാണ് മൂസാ നബി അലൈഹിസ്സലാം ചെയ്യുന്നത്. കാരണം എന്ത് തെറ്റ് ചെയ്താലും മനസ്സറിഞ്ഞ് ഫ്രം ദ ബോട്ടം ഓഫ് അവർ ഹാർട്ട്സ് നമ്മൾ അള്ളാഹുവിനോട് മാപ്പ് പറഞ്ഞാൽ ദ വൺ ഹൂ ഈസ് ദ മോസ്റ്റ് മെർസിഫുൾ ഓഫ് ദ മെർസിഫുൾ, അള്ളാഹു അത് നമുക്ക് പുറത്തു തരിക തന്നെ ചെയ്യും. അത് നന്നായിട്ട് അറിയുന്നതാണ് മൂസാ നബി അലൈഹിസ്സലാമിന് അല്ലേ. അതുകൊണ്ട് ഹൃദയം തൊട്ട് അങ്ങനെ ദുആ ചെയ്തു മൂസാ നബി. പിന്നീട് അള്ളാഹു പറയുകയാണ്, ഇന്നല്ലദീന ഇത്തഖദുൽ അജ്ല, തീർച്ചയായും അല്ലദീന ഇത്തഖദുൽ അജ്ല, ദോസ് ഹു വർഷിപ്ഡ് ദ കാഫ്, സയനാലുഹും ഗദബുൻ, അവർ കോപം അവരെ ബാധിക്കുക തന്നെ ചെയ്യും. സയനാലുഹും എന്ന് പറഞ്ഞാൽ അവർ സമ്പാദിക്കുക തന്നെ ചെയ്യും. ഗദബ് എന്ന് പറഞ്ഞാൽ കോപം. അപ്പോൾ കോപം അവരെ എഫക്റ്റ് ചെയ്യും. മിർ റബ്ബിഹിം, അവരുടെ നാഥൻ്റെ അടുത്ത് നിന്നുള്ള കോപം. വദില്ലത്തുൻ ഫിൽ ഹയാത്തി ദുനിയ, ആൻഡ് ദേ വിൽ ബി അബേസ്ഡ് ഇൻ ദ ലൈഫ് ഓഫ് ദിസ് വേൾഡ്. അപ്പോൾ ദില്ലത്ത് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഹ്യൂമിലിയേഷൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ ലോകത്ത് വെച്ച് ഫിൽ ഹയാത്തി ദുനിയ അവർ നിന്ദിതരായി തീരും എന്നുള്ളതാണ്. വകദാലിക നജ്സിൽ മുഫ്തരീൻ, കള്ളം ചമയ്ക്കുന്നവർക്ക് നാം ഇപ്രകാരം തന്നെയാണ് ശിക്ഷ നൽകുന്നത്. ദസ് ഡു വി റിവാർഡ് ദോസ് ഹു ഫാബ്രിക്കേറ്റ് ലൈസ്. മുഫ്തരീൻ എന്ന് പറഞ്ഞാൽ കള്ളം കെട്ടിച്ചമയ്ക്കുക, ഫാബ്രിക്കേറ്റ് ചെയ്യുന്ന ആളുകൾ. പക്ഷേ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് കൂടെ വിശുദ്ധ ഖുർആൻ നെക്സ്റ്റ് ആയത്തിൽ പറയുന്നുണ്ട്. നമുക്ക് കേട്ടോക്കാം. വല്ലദീന അമിലു സയ്യിആത്ത്, ആസ് ഫോർ ദോസ് ഹു ഡു ഈവിൽ സുമ്മ താബൂ മിൻ ബഅദിഹ, പിന്നീട് റിപ്പൻറ്റ് ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്ത ആളുകൾ, വ ആമനു, ആൻഡ് ഹാവ് ഫെയ്ത്ത്, ഇന്ന റബ്ബക മിൻ ബഅദിഹ, ആ പശ്ചാത്താപത്തിനും വിശ്വാസത്തിനും ശേഷം നിശ്ചയമായും നിന്റെ നാഥൻ ലഗഫൂറുർ റഹീം, ഓൾ ഫോർഗിവിങ് ആണ്, ഓൾ കമ്പാഷനേറ്റ് ആണ് എന്ന്. അങ്ങനെ പശുക്കുട്ടിയെ ദൈവമാക്കി ആരാധിക്കുക എന്നത് ഭയങ്കര കുറ്റമാണ് എന്ന് ബനു ഇസ്രായേലർക്ക് ബോധ്യമായി. അള്ളാഹു അവരോട് സംസാരിച്ചു അല്ലേ, അള്ളാഹു അവരെ അഭിസംബോധന ചെയ്യുന്നതാണ് നമ്മൾ ഈ കേട്ടത്. അപ്പോൾ എന്ത് തെറ്റ് ചെയ്താലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഗഫൂറുർ റഹീമാണ്. അള്ളാഹു പശ്ചാത്തപിച്ചാൽ പുറത്തു കൊടുക്കും എന്ന് റബ്ബ് പറയുകയാണല്ലേ. അങ്ങനെ പശുക്കുട്ടിയെ ദൈവമാക്കി ആരാധിക്കുക എന്നത് ഭയങ്കര കുറ്റമാണ്, വലിയ തെറ്റാണ് എന്ന് ബനു ഇസ്രായേലർക്ക് ബോധ്യമായി. അവരതിൽ അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങുകയായിരുന്നു. പിന്നീട് അവർ നല്ലോണം ദുഃഖിച്ചു ചെയ്തതിനെ ഓർത്ത്.
പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് മാത്രം കൊണ്ട് മതിയാക്കിയില്ല. ഒന്നുകൂടെ അവരോട് ആവശ്യപ്പെട്ടു. അവരോട് അള്ളാഹുവിനോട് വീണ്ടും മാപ്പ് ചോദിക്കാനും ബൈഅത്ത് ചെയ്യാനും, ദാറ്റ് മീൻസ് അനുസരണ പ്രതിജ്ഞ റിന്യൂ ചെയ്യാനും വേണ്ടിയിട്ട് അള്ളാഹു ആവശ്യപ്പെട്ടു. അപ്പോൾ അതിനായി മൂസ അലൈഹിസ്സലാം തൻ്റെ ജനതയിൽപ്പെട്ട 70 ആളുകളെയും കൂട്ടിയിട്ട് തൂർ പർവ്വതത്തിലേക്ക് വീണ്ടും പോവുകയാണ്. പക്ഷേ ആ ജനത വീണ്ടും അവരുടെ സ്വഭാവം അവിടെ വെച്ചും പുറത്തെടുത്തുകൊണ്ടേയിരുന്നു. അള്ളാഹുവിനെ നേരിൽ കണ്ടാലേ ഞങ്ങൾ റബ്ബിൽ വിശ്വസിക്കുകയുള്ളൂ എന്നവർ വാശി പിടിച്ചു. അള്ളാഹുവിൻ്റെ അശരീരി കേട്ടിട്ട് കാര്യമില്ല, മൂസ ഞങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങൾക്ക് അള്ളാഹുവിനെ നേരിട്ട് കാണണമെന്ന്. ആ സമയത്ത് അള്ളാഹു അവരെ ഒരു പ്രകമ്പനം, വയലന്റ് ഷെയ്ക്കിംഗ് കൊണ്ട് വിറപ്പിക്കുന്നുണ്ട്. തൂർ പർവ്വതത്തെ അവർക്ക് മീതെ ഉയർത്തിക്കൊണ്ട് അള്ളാഹു അവർക്ക് മറുപടി കൊടുക്കുന്നുണ്ട്. അപ്പോഴും മൂസ നബി അലൈഹിസ്സലാം തൻ്റെ ജനതയ്ക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് ഉണ്ടായത്. അള്ളാഹു അവരെ ചലഞ്ച് ചെയ്തിട്ടല്ലേ, അവർക്ക് മുമ്പിൽ ആ പർവ്വതത്തെ ഇങ്ങനെ ഉയർത്തി നിൽക്കുമ്പോഴും ശിക്ഷയെ അല്ലെങ്കിൽ അവരെ വിറപ്പിക്കാൻ വേണ്ടിയിട്ട് ആ പ്രകമ്പനം കൊള്ളിക്കുമ്പോഴും മൂസ നബി അലൈഹിസ്സലാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക തന്നെയാണ് ചെയ്തത്. വിഷമവും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ക്ഷമാശീലനായ, ഹ്യൂമാനിറ്റേറിയനായ, മനുഷ്യസ്നേഹിയായ മൂസ നബി അലൈഹിസ്സലാം അതുകൊണ്ടൊന്നും കുലുങ്ങിയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനിയും അങ്ങോട്ട് ബനു ഇസ്രായേൽ ജനത അവരുടെ തനി നിറം പുറത്ത് കാണിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് മൂസാ നബി അലൈഹിസ്സലാമുമായിട്ടുള്ള ആ പ്രയാണത്തിൽ. ബാക്കിയുള്ള സംഭവങ്ങൾ കൂടെ ഇൻഷാ അള്ളാഹ് നമുക്ക് അടുത്ത സെഷനിൽ പഠിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.